നശിച്ചു പോവും. ഞാൻ പറയുന്നത് സത്യമേ, എന്റെ കുഞ്ഞ് സത്യമേ. ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ പറയുന്നതൊന്നും അല്ല സത്യം. വിഷ്ണുട്ടൻ നമ്മളെയൊക്കെ വിട്ടു പോയി. സത്യമേ, അത് സത്യ. അത് ഞാൻ സത്യമേ നിന്ന് മറച്ചു വെച്ചു. അതെന്റെ തെറ്റ് തന്നെ. പക്ഷെ അതിനതിൻ്റെതായ കാരണമുണ്ട്. ആ കാരണമാണ് 30 ലക്ഷം രൂപ. എന്റെ മകന്റെ ജീവന്റെ വില. എന്റെ മകന്റെ ജീവന്റെ വില. സത്യമേ, ഞാൻ എന്റെ മകനെ കൊന്നിട്ട് നിനക്ക് ഇവിടെ സുഖമായിട്ട് കരുതിയോടി നീ. എന്റെ മകനെ കൊന്നടി നീ. സത്യമേ വേണ്ട. ഞാൻ ജയിലിൽ പോയാലും പേടില്ലടി. സത്യമേ, ഇവള് ഇനി ഭൂമി ജീവിക്കണ്ട. എന്റെ മോന്റെ ജീവൻ എടുത്തവളാ ഇവള്. സത്യമേ, സത്യമേ വീട്. എന്റെ മോനെ ഇവള്. സത്യമേ ഞാൻ പറയുന്നത് സത്യമേ, വേണ്ട. ഇവളുടെ ചോര ഈ ഭൂമി വീണാലേ അവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടും. സത്യമേ, എന്തേ കാണിക്കുന്നേ? ഇവളെന്റെ മകനെ കൊന്നവളാടാ. ഇവളെന്റെ മകനെ കൊന്നവളാ. അങ്ങനെ ശാലിനി ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് തക്കതായ കാരണം ഉണ്ടാവും. എന്ത് കാരണമാടാ? എന്റെ മകനെ ഈ ഭൂമിയിൽ ഇല്ലാതാക്കിയതിന് എന്ത് കാരണമാണ് അവൾക്ക് പറയാനുള്ളത്? എടാ, 30 ലക്ഷം രൂപയ്ക്ക് 30 ലക്ഷം രൂപയ്ക്ക് ഇവളെന്റെ മകനെ കൊരുതി കൊടുത്തത്. ഇനി അതുകൊണ്ട് ഇവളെ ഞാൻ അച്ഛൻ വന്നിട്ട് പറയട്ടെ. അല്ലെങ്കിൽ തന്നെ ഇത് വെള്ളം ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളാണോ? നീ ഇനി ഈ വീട്ടിൽ ജീവിക്കണ്ട. ശാലിനി, സത്യമ്മ, ഞങ്ങളുടെ അമ്മയൊന്നും ചെയ്യില്ല സത്യമ്മ. എന്റെ വിഷ്ണുവിന്റെ മക്കളാ. എന്റെ മകന്റെ ചോര. അവരുടെ അച്ഛനെ കൊന്നു കളഞ്ഞിട്ട് നീ അവരെ അങ്ങനെ കള്ള സ്നേഹം കാണിച്ച് മയക്കെടുക്കണ്ട. ഇനി നിനക്ക് ഇവരെ തോടാൻ പോലുള്ള അവകാശമില്ല. പൊന്നെ, കൊച്ചുകൂടെ അകത്ത് കൊണ്ടുപോയി. കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോകാൻ പോ. അമ്മ, സത്യമ്മ വാതിലടക്കല്ലേ. സത്യമ്മ അമ്മയൊന്നും ചെയ്യല്ലേ. സത്യമ്മ വാതിൽ തുറക്കല്ലേ. സത്യമ്മേ, സത്യമ്മ വാതിൽ തുറക്കല്ലേ. സത്യമേ, പാടി പാടി. സത്യമേ, സത്യമേ ഞാൻ പറയാം. പൊന്നാൻറ്റി, അമ്മ എന്തിനാ തല്ലേ? അമ്മ എന്തിനാ കരയുന്നേ? അറിയില്ല മക്കളെ, പൊന്നിയാൻറ്റിക്ക് ഒന്നും അറിയില്ല. സത്യമ്മേ വാതിൽ തുറക്ക്. നീ നരകിക്കൂടി. ജീവിതകാലം മുഴുവൻ പൊഴുത്ത നരകിക്കും. നോക്കിക്കോ. അത്രയും വലിയ ദ്രോഹം നീ എന്റെ മകനോട് ചെയ്തത്. ഇത്രയും ദുഷ്ട മനസ്സാ നിനക്കെന്ന് എന്റെ പാവം വിഷ്ണുമോൻ അറിഞ്ഞില്ലല്ലോ. സത്യമേ,
അവസാനമായി അവന്റെ മുഖം പോലും എന്നെ നീ ഒന്ന് കാണിച്ചില്ലല്ലോ. ഇത്രയും ദുഷ്ടയാവാൻ നിനക്ക് എങ്ങനെ പറ്റിയേ? സത്യമേ, ഞാൻ പറയട്ടെ, പ്രാകാടി ഞാൻ പ്രാകാ നിന്നെ. ഇനി നീ എത്ര ജന്മം ജനിച്ച് മരിച്ചാലും ഈ അമ്മയുടെ ശാപം നിന്നെ വിട്ടു പോലടി. ഇനി നീ എത്ര പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ചാലും നീ ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. സത്യമേ, തുടങ്ങിയാലും തീരില്ല. സത്യമേ, ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നീ ചെയ്ത പാപങ്ങളുടെ ഫലമുണ്ടല്ലോ, ഒരിക്കലും തീരില്ല. എടി, ഇനി നീ ഈ വാതിലിന്റെ മുമ്പിൽ വന്നാലുണ്ടല്ലോ, നിനക്ക് വേണ്ടി ഞാൻ തുറക്കില്ല. തുറക്കേണ്ട സാഹചര്യം ഉണ്ടായ ഒന്നീ സത്യഭാമ ഈ ഭൂമി ജീവിച്ചിരിപ്പുണ്ടാവില്ല. എന്നാലും എന്റെ കുഞ്ഞിനെ നീ കൊലയ്ക്ക് കൊടുത്തല്ല. നശിച്ചു പോടി, നീ നശിച്ചു പോ. ഞാൻ പറയുന്നത് സത്യമേ, എന്റെ കുഞ്ഞ് സത്യമേ. സത്യമേ, വാതിൽ തുറക്കമ്മേ. സത്യമേ, എന്തിനാ സത്യമേ അമ്മ തല്ലിയേ? സത്യമേ, എന്തിനാ കരയുന്നേ? എന്താ പറ്റിയ? ശ്വാസം കിട്ടുന്നില്ല. ഞാൻ ഡോക്ടറെ വിളിക്കാം. ഇപ്പൊ അസ്വസ്ഥതയുണ്ടോ? ഡോക്ടർ, ശാരികയ്ക്ക് കുറച്ച് സീരിയസ് ആണ്. ശാരിക ഭയങ്കര ശ്വാസം മുട്ടലാണെന്നാ പറയുന്നേ.